നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലനായിട്ടൊരു സൈറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ സൈറ്റ് വന്നിട്ടെന്ന് പറഞ്ഞാൽ ടോട്ടലി ഫ്രീ ആണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഡസ്കോഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ പേരും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ എത്താവുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാം എന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റിൽ ഒരുപാട് പ്രോജക്ട്സുകളുണ്ട്. ആ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്താൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ സർവേ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആണ്. അപ്പം സർവേസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതും ഒരുപാട് ബ്രാൻഡ്സുകളൊക്കെ ഉണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പം നമുക്ക് വർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു 2-3 സ്റ്റെപ്പുണ്ട്. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം. ആദ്യമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ പ്രോജക്റ്റ്. നമ്മൾ പ്രോജക്റ്റിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്നത് ഈ പ്രോജക്റ്റിന് പറയുന്ന പേര് മിഷൻ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റിൽ പ്രോജക്റ്റിന് പറയുന്ന പേരെന്ന് പറയുന്നത് മിഷനാണ്. അപ്പോൾ ആ മിഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് ശേഷം ആ ഒരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, അപ്ലൈ ചെയ്തെന്ന് കരുതുക. അതിന് ശേഷം അവർ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അയച്ചു തരും. അതാണ് അവർ പറയുന്നത്. വൺസ് യു ആർ സെലക്ട് ഫോർ ദ മിഷൻ, ഇത് റിസർച്ചർ വിൽ പ്രൊവൈഡ് യുവർ വിത്ത് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ടു റെസ്പോണ്ട് ടു ഓർ ടാസ്ക് ടു accomplish depending on mission requirement. This may completed on your own or may require a schedule meeting with me researcher. കണ്ടോ? അപ്പോൾ റിസർച്ചർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിസർച്ചർ കുറേ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അതിന് നമ്മൾ ഒന്നെങ്കിൽ ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ റിസർച്ചറുമായിട്ട് ചിലപ്പം മീറ്റിംഗ് എന്ന് വെച്ചാൽ കോൺവെർസേഷൻ, ഇൻ്റർവ്യൂ പോലത്തെ ചിലപ്പോൾ അതായിരിക്കും അവർ ചോദിക്കുക. അങ്ങനെ സ്പെസിഫൈഡ് ഏത് രീതി വേണേലും അവരെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഗെറ്റ് പെയ്ഡ് വൺസ് യുവർ കംപ്ലീറ്റ് ഓൾ യുവർ assigned task, you will receive a payment from the researcher your PayPal account. കണ്ടോ? അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് പേപ്പാൽ വഴി ക്രെഡിറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് അല്ലെങ്കിൽ മിഷന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റിസർച്ചർ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് തരും, അല്ലെങ്കിൽ ടാസ്ക് തരും, ചിലപ്പോൾ ഇൻ്റർവ്യൂ, ചിലപ്പോൾ മീറ്റിംഗ് ആയിരിക്കാം. അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് റിസർച്ചർ ക്യാഷ് തരുന്നതായിരിക്കും. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് വഴിയായിരിക്കും ക്യാഷ് കിട്ടുക. പിന്നെ പ്രോജക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് പ്രോജക്റ്റ് അല്ലെങ്കിൽ എത്രയാണ് എമൗണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, സെലക്ട് ഫ്രം എ വെറൈറ്റി ഓഫ് പ്രോജക്റ്റ്. കണ്ടോ, ഇതൊരു പ്രോജക്റ്റിൻ്റെ എക്സാമ്പിളാണ് അവർ കൊടുത്തിരിക്കുന്നത്. $10 അപ് ടു ഗ്രീൻ, കണ്ട $150 പീസ് ഓഫ് ഗ്രീൻ, കണ്ട $75, $8 ഹോം ഈസ് വെയർ ദ പാർട്ടീസ്. കണ്ട ഇങ്ങനെ നമുക്ക് ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആകാം, ചിലപ്പം ടാസ്ക് ആകാം, ചിലപ്പം ഇൻ്റർവ്യൂ പോലെ നമ്മൾ
സംസാരിക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ചിലപ്പം ഇൻ്റർവ്യൂ ആയിരിക്കത്തില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമ്മൾ ചൂസ് ചെയ്ത പ്രോജക്റ്റ് എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മുടെ പേപ്പാൽ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പിന്നെ അവർ പറയുന്നത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പെർ മിനിറ്റ്സ്, ഒരു മിനിറ്റ്സിൽ നമുക്ക് $1 വരെ ഏൺ ചെയ്യാൻ പറ്റും. $7.2 മില്യൺ അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 500ഓളം പ്രോജക്റ്റ് ഇതിൽ അവൈലബിൾ ആണ്. 240K മിഷൻസ് ഇതിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 240K മിഷൻ വരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ സൈറ്റിലായിരിക്കില്ല വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ആപ്ലിക്കേഷനുണ്ട്, അതിലേക്ക് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഈ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഡയറക്റ്റ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു QR കോഡ് ഓപ്ഷൻ വരും. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത് അവിടെ. പക്ഷേ QR കോഡ് കാണിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഓപ്പൺ ക്ലോസ് എന്ന് പറഞ്ഞൊക്കെ കാണിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ QR കോഡ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിലേക്ക് പോകും, ആപ്ലിക്കേഷനിലേക്ക്, പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടുന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രോജക്ട്സ് കിട്ടത്തില്ല. ഒരു 1-2 ദിവസം നമ്മുടെ അക്കൗണ്ട് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള താമസം എടുക്കും. അതിന് ശേഷമേ നിങ്ങൾക്ക് പ്രോജക്റ്റ് കിട്ടി തുടങ്ങത്തുള്ളൂ. പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ കണ്ടോ, പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട $50. ഇവിടെ ആപ്ലിക്കേഷൻ എന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മൾ സൈനപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ നമ്മുടെ മെയിൽ ID കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, ആദ്യം വെബ്സൈറ്റിൽ ചെന്നിട്ട് QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മെയിൽ ID കൊടുത്ത് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. 1-2 ദിവസമൊന്നും നമുക്ക് പ്രോജക്റ്റ് കിട്ടത്തില്ല. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് പ്രോജക്റ്റാണോ സെലക്ട് ചെയ്യുന്നത് അതിൽ പറയുന്ന ആ ഒരു എമൗണ്ട് നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പം സിമ്പിളാണ്, ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.